നമസ്കാരം. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ശശി തരൂർ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു. മാധ്യമങ്ങളോട് തൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയും ചെയ്തു. കോൺഗ്രസുമായി താൻ അത്ര രസത്തിലല്ല എന്നുള്ള സൂചനകളാണ് ശശി തരൂർ നമുക്ക് നൽകുന്നത്. അപ്പോൾ പ്രധാനമായും അവിടെ ഉയർന്ന ഒരു ചോദ്യം, ശശി തരൂർ എന്തുകൊണ്ട് നിലമ്പൂരിൽ വന്നില്ല എന്ന് തന്നെയാണ്. ശശി തരൂർ എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന് വരാഞ്ഞത്? ശശി തരൂർ കൃത്യമായ മറുപടി പറഞ്ഞു, എന്നെ ആരും ക്ഷണിച്ചിട്ടില്ല. ഇത്രയും കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ 4 തവണ ഒരു മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ലോക്സഭയിലേക്ക് എത്തിയ അതിശക്തനായ ഒരു ദേശീയ നേതാവ് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് ശശി തരൂർ എന്ന് നമുക്കറിയാം. ആ ശശി തരൂരിനെ ഒരു ഘട്ടത്തിലും ഒരു വാക്കുകൊണ്ട് പോലും ക്ഷണിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശശി തരൂരിനെ വിളിച്ചിട്ടില്ല. ശശി തരൂരിനെ വിളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ പ്രധാനമായ അല്ലെങ്കിൽ താരപ്രചാരകൻ എന്നുള്ള നിലയിലേക്ക് ശശി തരൂർ അവിടെ ചെന്നേനെ. അതിനുശേഷം ശശി തരൂർ പറഞ്ഞത് മുഴുവൻ കളവാണ് എന്ന് കാണിക്കുന്ന തരത്തിൽ AICC ഒരു ലിസ്റ്റ് പുറത്തുവിട്ടു. താരപ്രചാരകന്മാർ ആരൊക്കെ പോണം, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഇവർ എന്നൊക്കെ പറഞ്ഞ് ദീപാദാസ് മുൻഷി തുടങ്ങി നിരവധി പേരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുന്ന കൂട്ടത്തിൽ 8ാം സ്ഥാനത്ത് ശശി തരൂരിൻ്റെ പേരുമുണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത്, ശശി തരൂരുമായി ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം KPCC ഇടഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. കാരണം ശശി തരൂരിനെ അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. വേറൊന്നും കൊണ്ടല്ല, ശശി തരൂർ എന്ന് പറയുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കൻ മേഖലകളിൽ ശശി തരൂരിന് വലിയൊരു പ്രാതിനിധ്യമുണ്ട്. ആ പ്രാതിനിധ്യമൊക്കെ കാണുകയും അതോടൊപ്പം കേരളത്തിലെ യുവാക്കൾക്കിടയിൽ ശശി തരൂരിന് വലിയൊരു പ്രാധാന്യമുണ്ട്. കാര്യം, ഇതുവരെ കണ്ട കോൺഗ്രസ്സുകാരുടെ ചീഞ്ഞു നാറിയ അഴുക്ക രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിത്വത്തിന് കൊടുക്കുന്ന പ്രാധാന്യമാണ് അത്. അതുകൊണ്ട് യുവാക്കൾക്ക് ശശി തരൂരിനോട് വലിയൊരു താല്പര്യമുണ്ട്. അപ്പോൾ ശശി തരൂർ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നത് കാണാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശശി തരൂർ ഇവിടേക്ക് വരണമെങ്കിൽ ശശി തരൂരിനെ വിളിക്കണം. പക്ഷെ വിളിക്കില്ല എന്ന വാശിയിൽ തന്നെയായിരുന്നു KPCC. അതിന് പ്രധാനപ്പെട്ട കാരണം ശശി തരൂർ എടുത്തിട്ടുള്ള നിലപാടുകളാണ് പ്രശ്നം. ശശി തരൂർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടേക്ക് ലോകരാജ്യങ്ങൾ അടുത്തേക്ക് പോയത് അല്ലെങ്കിൽ അമേരിക്ക അടക്കമുള്ള ആ ഒരു സംഘത്തിൽ പ്രതിനിധിയായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന ഇന്ത്യയുടെ ഭാഗം പല രാജ്യങ്ങളിലും മാറ്റി പറയേണ്ടതുണ്ട്, അല്ലെ ഇന്ത്യയുടെ ഭാഗം ക്ലിയർ ആക്കി കൊടുക്കേണ്ടതുണ്ട്. ഇന്ത്യയോട് അദ്ദേഹം അവിടെ വന്നിറങ്ങിയ പാടെ പറഞ്ഞ എന്താണ്, രാജ്യസ്നേഹമുള്ളവരും രാജ്യത്തെ സ്നേഹിക്കുന്നവരും നൽകിയ സ്നേഹത്തിന് നന്ദി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ സഹകരണത്തിന് നന്ദി. അദ്ദേഹം ഇവിടെ വന്ന് ഇറങ്ങിയ പാടെ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു വാക്കുകൾ അല്ലെങ്കിൽ ഒരു വാചകം അതായിരുന്നു, ആ രാജ്യത്തെ സ്നേഹിക്കുന്നവർ. അപ്പോൾ നമുക്ക് ശശി തരൂരിനെ ഇവിടെ നിന്ന് ഒഴിവാക്കി വിടാൻ ആഗ്രഹിക്കുന്ന, കോൺഗ്രസിൽ നിന്നും ശശി തരൂർ എന്ന് പറയുന്ന ദുർഭൂതം ഒഴിഞ്ഞു പോകാൻ വേണ്ടി കൂടോത്രം ചെയ്യുന്ന, അങ്ങനെ പറയേണ്ടി വരും, കൂടോത്രം ചെയ്യുന്ന കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ നേതൃത്വം. അപ്പോൾ അവർക്കുള്ള തിരിച്ചടി തന്നെയാണ് ശശി തരൂരിൻ്റെ ആ വാചകങ്ങൾ. ഈ പറയുന്ന പോലെ അവിടെ പോയിട്ട് കൃത്യമായി പറഞ്ഞല്ലോ ശശി തരൂർ എന്താണ് ഇന്ത്യയുടെ നിലപാട്. അത് പാകിസ്ഥാൻ പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ മരണം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായി ശശി തരൂർ പറഞ്ഞ വാചകം അത്രത്തോളം ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണ്. അയൽക്കാരനെ കൊല്ലാൻ വേണ്ടി വീട്ടുമുറ്റത്ത് പാമ്പിനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കുക, അത് അയൽക്കാരനെ മാത്രമായിരിക്കില്ല കടിക്കുന്നത് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു വാചകം കൂടി അദ്ദേഹം അവിടെ പാകിസ്ഥാന് കൊടുക്കുന്ന മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ പറയുകയും ചെയ്യുന്നു. പാകിസ്ഥാൻ ഭീകരവാദം വളർത്തുന്നുണ്ട് എങ്കിൽ അത് മറ്റു രാജ്യങ്ങളിലേക്ക് മാത്രമല്ല, മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുക മാത്രമല്ല, സ്വന്തം രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറും എന്ന് പാകിസ്ഥാനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ കൊളംബിയ അടക്കമുള്ളവരുടെ നിലപാടുകൾ മാറ്റിയില്ലേ? പാകിസ്ഥാനുമായി സന്ധി ചെയ്യാൻ നോക്കിയ പലരുടെയും നിലപാടുകൾ അതോടുകൂടി മാറിയില്ലേ? പാകിസ്ഥാൻ പറഞ്ഞതാണ് ശരിയെന്ന് സ്ഥാപിച്ചുകൊണ്ടിരുന്ന പല രാജ്യങ്ങളും അതിൽ നിന്ന് വിട്ടുമാറിയില്ലേ? ഇതെല്ലാം സംഭവിച്ചു. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശശി തരൂർ അടക്കമുള്ള നമ്മുടെ ഇവിടെ കേന്ദ്രത്തിൽ നിന്ന് പോയ ആ നേതാക്കന്മാരുടെ, ആ MP-മാരുടെ കൂട്ടം അവിടെ ചെന്ന് കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ്. അതിലെല്ലാം ഏറ്റവും പ്രാധാന്യമുള്ള മുഖം ശശി തരൂരിൻ്റെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തന്നെയുമല്ല, ശശി തരൂരിന് മറ്റു ചില സ്ഥാനമാനങ്ങൾ, ക്യാബിനറ്റ് പദവിയുള്ള സ്ഥാനമാനങ്ങൾ കൂടി കൊടുക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതി ഇടുന്നുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇതിനോടൊന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. എങ്കിലും കോൺഗ്രസിനകത്ത് തന്നോട് എതിർപ്പുള്ളവരുണ്ട്, അല്ലെ കോൺഗ്രസിന് തന്നോട് എതിർപ്പുണ്ട് എന്നുള്ള കാര്യം പറയാതെ പറഞ്ഞു വെക്കുകയല്ലേ ശശി തരൂർ ചെയ്യുന്നത്. തന്നെ ഇവിടേക്ക് വിളിച്ചില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സത്യത്തിൽ ശശി തരൂർ വന്നിട്ട് പ്രസംഗിക്കേണ്ട ഒരിടമല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ. ആര്യയുടെ ഷൗക്കത്തിനെ കുറിച്ചോ അവിടെ നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി അല്ലെങ്കിൽ അടുത്ത് നിൽക്കാൻ ശ്രമിക്കുന്ന UDF-നെ പൊക്കി പറയാൻ പറ്റിയ അല്ലെങ്കിൽ UDF-നെ കുറിച്ച് കേരളത്തിൽ സംസാരിക്കാൻ പറ്റിയ സാഹചര്യമില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരാൾ തന്നെയാണ് ശശി തരൂർ.
അവിടെ ഇപ്പോൾ ഒന്ന് ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കാനും കഴിയില്ല. ബി ജെ പി ഇവിടെ എന്ത് ചെയ്തിട്ടാണ് ബി ജെ പി കുറിച്ച് സംസാരിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് അതും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശശി തരൂർ കേരളത്തിലേക്ക് വരില്ല എന്ന് തീരുമാനിച്ചു. ഈ ശശി തരൂരിനോട് കേരളത്തിലുള്ള വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കന്മാർ ചെയ്തു കൂട്ടി എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ല. അത് ശശി തരൂരിന് വ്യക്തമായിട്ട് അറിയാം. അതിൻ്റെ ഇടെ പിന്നെ ഈ പറയുന്ന നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ, കാസർഗോഡ് നിന്നുള്ള എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ എന്താ പറഞ്ഞത്? ഇവിടെ വിളിച്ചിട്ട് വരാൻ ഇവിടെ ആരുടെയും കല്യാണം നടക്കുന്നില്ല എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണോ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് പറയുന്നത്? രാജ്മോഹൻ ഉണ്ണിത്താൻ വന്നായിരുന്നു നിലമ്പൂരിൽ. വെറുതെ പോലും ആ പോയ വഴിക്ക് പോലും വന്ന് കയറിയില്ലല്ലോ രാജ്മോഹൻ ഉണ്ണിത്താൻ. എന്നിട്ടാണ് പറയുന്നത് നിലമ്പൂരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവിടെ ആരുടെയും കല്യാണമല്ല നടക്കുന്നത്, വിളിച്ചു വരുത്താൻ അല്ലെങ്കിൽ ക്ഷണിച്ചു വരുത്താൻ എന്ന് പറയുന്നു. അപ്പൊ എന്ന് വെച്ചാൽ എന്നിട്ട് പറയുകയാണ് ഇവിടെ ചോറ് ഇവിടെയും അല്ല ശരീരം ഇവിടെയും മനസ്സംഗം എന്നുള്ള അവസ്ഥയിലാണ് സത്യത്തിൽ ശശി തരൂർ ജീവിക്കുന്നത്. അതായത് മനസ്സ് മുഴുവൻ ബി ജെ പിക്കൊപ്പവും ശരീരം മാത്രം കോൺഗ്രസ് പാർട്ടിക്ക് നൽകുന്ന ഒരാളായി ശശി തരൂർ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിലല്ലേ രാജ്മോഹൻ ഉണ്ണിത്താൻ പോലും ശശി തരൂരിനെ കുറിച്ച് പറയുന്നത്? രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു സ്ത്രീപീഡന കേസ് വരെ ചാർജ് ചെയ്യപ്പെട്ട ഒരു നിലമ്പൂരിൽ നിന്ന് അദ്ദേഹത്തെ അറസ്റ്റ് വരെ ചെയ്തതല്ലേ? അപ്പോൾ ആ ഒരു സാഹചര്യത്തിലുള്ള പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ ശശി തരൂർ നടത്തുന്ന ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള നീക്കങ്ങളെ ഈ രീതിയിൽ എങ്ങനെ കാണാൻ കഴിയുന്നു? ശശി തരൂരിന് സൗകര്യമില്ല വരാൻ. ഇവിടെ മലബാർ പര്യടനം എന്നും പറയേണ്ട ഒരു സംഭവം നടത്തിയ സമയത്ത് അദ്ദേഹത്തെ ക്രൂശിച്ച് മുഴുവൻ ഈ കോൺഗ്രസ് നേതൃത്വം അല്ലായിരുന്നോ? അല്ലേ? എന്നിട്ട് അന്ന് മാധ്യമങ്ങൾക്ക് മുമ്പ് ഇരുന്ന് വി ഡി സതീശൻ പറഞ്ഞ എന്താ? മാധ്യമങ്ങൾ ഊതിപ്പെരിപ്പിച്ച ബലൂൺ എന്നാണ് പറഞ്ഞത്. മാധ്യമങ്ങൾ ഊതിപ്പെരിപ്പിച്ച ബലൂൺ എന്നാ പറഞ്ഞേ. അന്ന് എന്തെല്ലാം വിവാദം ഉണ്ടായി. കെ പി സി സി അറിയാതെയാണ് ഈ പര്യടനം നടത്തിയതെന്ന് കെ പി സി സി ആദ്യം പറഞ്ഞു. അതിനുശേഷം കൃത്യമായി ശശി തരൂർ പറഞ്ഞില്ല, അറിയിച്ചിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. എന്തിനായിരുന്നു ഈ പൊട്ടം കളിച്ചത്? അപ്പോ ശശി തരൂരിനെ പോലെ ഒരു നേതാവിനെ സത്യത്തിൽ ഇനി ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ അരിയിട്ട് വാഴിക്കാൻ കോൺഗ്രസ്സുകാർക്ക് താല്പര്യമില്ല. അത് തന്നെ യാഥാർത്ഥ്യം. എങ്ങനെയെങ്കിലും ഇത് ഒഴിഞ്ഞു പൊയ്ക്കോട്ടെ എന്ന് കരുതിയുള്ള നിലനിൽപ്പ് തന്നെയാണ്. പിന്നെ എന്തെല്ലാം പൊട്ടത്തരങ്ങളാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന 55 വയസ്സ് തികയുന്ന ഒരു യുവ നേതാവ് പറയുന്നത്. യുവ നേതാവ് കോൺഗ്രസ്സുകാർ വിളിക്കുന്നതാണ്. ആ നേതാവ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് 55 വയസ്സായി അദ്ദേഹത്തിന്. അദ്ദേഹം ഒരു പ്രായത്തിന്റെ പക്വതയുള്ള നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിയെ കാണാൻ കഴിയുമോ? ആ രാഹുൽ ഗാന്ധി പിന്നെ എന്തെല്ലാം വിഡ്ഢിത്തങ്ങളാണ് എഴുന്നള്ളിച്ചത്. അപ്പൊ അതിനെല്ലാം എടുത്ത് നെഞ്ചോട് ഈ പറയുന്ന വിഡ്ഢിത്തങ്ങളെല്ലാം തൊണ്ട തൊടാതെ ശശി തരൂർ വിഴുങ്ങണമായിരുന്നോ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തന്നെ ട്രംപിനെ വിളിച്ച് പറഞ്ഞതല്ലേ, നിങ്ങളുടെ ഈ വിഷയത്തിൽ നിങ്ങളാരും ഇടപെട്ടിട്ടില്ല, മൂന്നാമതൊരു രാഷ്ട്രം ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതല്ലേ? അപ്പൊ എന്നിട്ടും രാഹുൽ ഗാന്ധി തന്റെ ഇത് മാറ്റിയോ? തീരുമാനം മാറ്റിയോ? അല്ലെങ്കിൽ ആ പറഞ്ഞത് തിരിച്ചെടുക്കാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞിട്ടുണ്ടോ? രാഷ്ട്രീയ പക്വതയില്ലാത്ത ഒരു നേതാവല്ലേ രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി പറഞ്ഞ മണ്ടത്തരങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ എന്തുകൊണ്ടോ ശശി തരൂരിന് കഴിയുന്നില്ല. ശശി തരൂർ പറഞ്ഞ കൃത്യമാണ്. ജയറാം രമേശ് നയിക്കുന്ന ഒരു കിച്ചൺ ക്യാബിനറ്റിനെ പിന്തുടർന്നുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ? അത് തന്നെയല്ലേ യാഥാർത്ഥ്യം? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെല്ലാം സഹിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ പറയുന്ന എല്ലാ മണ്ടത്തരങ്ങളും സഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളായി മാറണോ ശശി തരൂർ? ശശി തരൂർ നിലപാടുണ്ട്. കോൺഗ്രസ്സുകാർക്ക് ഇല്ലാത്തൊരു സാധനം അതാണ്. ശശി തരൂർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ശശി തരൂർ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് പോയത്. രാജ്യത്തിന് വേണ്ടിയിട്ടാണ് പോയത്. ഈ പറയുന്ന ഏതെങ്കിലും കോൺഗ്രസ്സുകാരെ രാഹുൽ ഗാന്ധിയെ പറഞ്ഞു വിടാൻ പറ്റും? ഈ കാര്യത്തിൽ എന്തായിരിക്കും അവിടെ പോയിട്ടുള്ള അവസ്ഥ? ഒരു പ്രതിപക്ഷ നേതാവിന്റെ പക്വത കാണിക്കാത്ത ഒരാളായി മാറുകയല്ലേ. കഴിഞ്ഞ തവണ സഭയിലൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചത്? പോയി നരേന്ദ്രമോദിയുടെ ശത്രുത എന്ന് പറയുന്നെങ്കിലും നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കുന്ന സീൻ വരെ ഉണ്ടായിട്ടില്ല. അത് രാഷ്ട്രീയ മാന്യത എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇങ്ങനെയാണോ ഒരു പ്രതിരോധ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കേണ്ടത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഒട്ടും പക്വതയില്ലാത്ത ഈ ഒരു പക്വതയില്ലായ്മ കാരണമല്ലേ കൊട്ടിഘോഷിച്ചുകൊണ്ട് വന്ന ഇന്ത്യ എന്ന് പറയുന്ന മുന്നണി തകർന്നു വീണത്. അതിനും കാരണം രാഹുൽ ഗാന്ധി തന്നെയല്ലേ. അപ്പൊ ഇത്തരം മണ്ടത്തരങ്ങൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ശശി തരൂർ എന്ന് പറയുന്ന ഒരു ഡിപ്ലോമാറ്റ് അല്ലെങ്കിൽ ഒരു ലോകമറിയുന്ന ഒരാൾ നിന്നുകൊടുക്കണമെന്ന് പറയുന്നത് ഒട്ടും ശരിയായ നടപടിയല്ല. എന്നിട്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കുകയാണ്, ശശി തരൂരിനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ശശി തരൂര് കല്യാണത്തിനാണോ വിളിക്കുന്നത്? നിലമ്പൂർ ഇലക്ഷൻ അല്ലേ, ഞങ്ങൾ 8ാം സ്ഥാനത്ത് ശശി തരൂരിനെ ഉണ്ടായിരുന്നു, 8ാം സ്ഥാനത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ശശി തരൂരിനെ വിളിച്ചാൽ എന്തായിരുന്നു? അപ്പോഴും അവിടെ രാഷ്ട്രീയമാണ്. അവിടെ BJP ആകാൻ ശ്രമിക്കുന്നു ശശി തരൂർ എന്നുള്ളൊരു തോന്നലാണ് കോൺഗ്രസ്സുകാർക്ക്. ഇപ്പൊ അങ്ങനെ BJP ആയിരുന്നാലും കോൺഗ്രസ്സുകാർക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? എത്രയോ പേര് BJPക്കാരായിരിക്കുന്നു കോൺഗ്രസിൽ നിന്ന്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ ശശി തരൂരിനെ ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ശശി തരൂർ ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രി ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുന്നവർക്കോട് പറയാമല്ലോ,
കേരളത്തിൽ ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, ഒരു കൂട്ടം യുവാക്കളുണ്ട്, ഒരു കൂട്ടം ആളുകളുണ്ട്. അപ്പൊ അവരോട് പറയാമല്ലോ, ശശി തരൂർ ഒഴിഞ്ഞു പോയി, വേറെ ചില പിന്നെ വലിയ ഇത് കിട്ടുമ്പോൾ, വലിയ സ്ഥാനങ്ങൾ കിട്ടിയതുകൊണ്ട് ശശി തരൂർ ഒഴിഞ്ഞു പോയി എന്ന് തൽക്കാലം പറഞ്ഞ് ആശ്വസിക്കാം. അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല.